Hello, in this section we are discussing about the human life in Tundra region. Human life. The humans have been living in the cold, harsh and remote tundra for many thousands of years. Tundra biome എന്ന് പറയുന്നത് വളരെ എക്സ്ട്രീം ക്ലൈമറ്റ് ഉള്ളൊരു റീജിയൻ ആണ്. വളരെ കോൾഡും ഹാർഷുമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. മാത്രമല്ല അവിടെ എത്തിച്ചേരാൻ എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. എന്നിരുന്നാൽ കൂടിയും തൗസൻഡ്സ് ഓഫ് ഇയേഴ്സിന് മുമ്പ് തന്നെ അവിടെ ഹ്യൂമൻ സെറ്റിൽമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. The presence of humans on the tundra can be traced back to at least 20,000 years to the human migration from the Asian continent to the North American continent, which occurred mostly in tundra habitats. ഇവിടുത്തെ ഹ്യൂമൻ ലൈഫിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഏതാണ്ട് 20,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ആളുകളുടെ സെറ്റിൽമെന്റ് ലൈഫ് തുടങ്ങിയിരുന്നു. പ്രധാനമായിട്ടും ഏഷ്യൻ കോണ്ടിനെന്റിൽ നിന്നാണ് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന്റെ തുന്ദ്ര ഭാഗങ്ങളിലോട്ട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്തത്. The polar land offer limited opportunities for man. Most of the areas are devoid of people. Harsh climatic conditions, frozen land, scanty vegetation, and dependence on animal life make the survival of people difficult in these lands. മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് മാത്രമാണ് തുണ്ട്ര റീജിയനിലുള്ളത്. പല പ്രദേശങ്ങളിലും ആളുകൾ താമസിക്കുന്നില്ല. ഹാർഷ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് കണ്ടീഷനും പെർമാഫ്രോസ്റ്റ് ആയിട്ടുള്ള ഗ്രൗണ്ടും സ്കാൻഡി ആയിട്ടുള്ള വെജിറ്റേഷനും അത് മാത്രമല്ല ആനിമൽ ലൈഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു ജീവിതവും ഒക്കെ ഇവിടെ താമസിക്കുന്നതിൽ നിന്നും ആളുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. Residents of the Arctic include a number of indigenous groups as well as more recent arrivals from more southern latitudes. ആർട്ടിക് റീജിയനിൽ പ്രധാനമായിട്ടും അവിടുത്തെ റെസിഡൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ഇൻഡിജിനസ് ഗ്രൂപ്പ്സും ഒപ്പം തന്നെ സദേൺ ലാറ്റിറ്റ്യൂഡ്സിൽ നിന്നും മൈഗ്രേറ്റ് ചെയ്ത് വന്നവരുമാണ്. ഇൻ എ ടോട്ടൽ ഓഫ് അബൌട്ട് 4 million people living in Arctic worldwide, and in most countries indigenous people make up minority of the Arctic population. ടോട്ടൽ എടുക്കുകയാണെങ്കിൽ വേൾഡ് വൈഡ് ആയിട്ട് ആർട്ടിക് റീജിയനിൽ നിന്നുള്ള 4 മില്യൺ ആളുകൾ താമസിക്കുന്നുണ്ട്. ഇനി ഈ ആർട്ടിക് പോപ്പുലേഷനിൽ നിന്നുള്ള ഇൻഡിജിനസ് പീപ്പിളും ചില രാജ്യങ്ങളിൽ മൈഗ്രേറ്റ് ചെയ്തും താമസിക്കുന്നുണ്ട്. ഇനി ആർട്ടിക് റീജിയനിലുള്ള ഇൻഡിജിനസ് പീപ്പിൾ ഏതൊക്കെയാണെന്ന് ഓർക്കാം. അലാസ്ക തുണ്ട്ര റീജിയനിൽ പ്രധാനമായിട്ടും കണ്ടുവരുന്ന ട്രൈബ്സ് എന്ന് പറയുന്നത് ആലർട്ട്, അലൂട്ടിക്, ഇനുപിയറ്റ്, സെൻട്രൽ യുപിക് ആൻഡ് സൈബീരിയൻ യുപിക്. Originally, nomadic Alaska natives have now settled in permanent villages and towns. ഇവിടുത്തെ nomadic people ആയിട്ടുള്ള ആളുകൾ ഇപ്പോൾ പെർമനന്റ് വില്ലേജസിലും ടൗൺസിലും ഒക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് തുടങ്ങിയിട്ടുണ്ട്. Traditionally, Arctic native people live primarily from hunting, fishing, herding, gathering wild plants for food. Along, some people also practice farming, particularly in Greenland. ഇനി ആർട്ടിക്കിലെ പൊതുവെയുള്ള ഒരു ജീവിതചര്യ എന്ന് പറഞ്ഞത് ട്രഡീഷണൽ ആയിട്ട് അവർ ഫോളോ ചെയ്ത് വന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഹണ്ടിങ്ങും ഫിഷിങ്ങും ഹേർഡിങ്ങും ഒപ്പം തന്നെ ഗ്യാതറിംഗ് ഓഫ് വൈൽഡ് ഫുഡുമാണ്. പിന്നീട് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ ഫാമിങ് പ്രത്യേകിച്ച് ഗ്രീൻലാൻഡ് പ്രദേശങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. പക്ഷെ ഇന്ന് അവർ സെറ്റിൽഡ് ആയിട്ടുള്ള ലൈഫ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. Northern people found many different ways to adapt a harsh Arctic climate, developing warm dwellings and clothing to protect them from the frigid weather. ഇനി ഇവിടെ താമസിക്കുന്ന ആളുകൾ പ്രധാനമായിട്ടും ഈ ക്ലൈമറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ വാമായിട്ടുള്ള ഡ്വെല്ലിങ്സ്, സെറ്റിൽമെന്റ്സും ഒപ്പം തന്നെ ക്ലോത്ത്സുമാണ് യൂസ് ചെയ്യുന്നത്. They also learn how to predict the weather and navigate in boats and on sea ice. അവർക്ക് വെതർ പ്രഡിക്ഷൻ വളരെയധികം അറിയാം. ഒപ്പം തന്നെ അവർക്ക് ബോട്ടിൽ പ്രത്യേകിച്ച് സീ ഐസിന് മുകളിൽ കൂടെ നാവിഗേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവും ഉണ്ട്. People of Tundra, the Eskimos. ടുണ്ട്ര റീജിയൻ എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിൽ ആദ്യം വരുന്ന ഇൻഡിജിനസ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് എസ്കിമോസ് ആണ്. എസ്കിമോസിന്റെ മറ്റൊരു പേര് ഇനുറ്റ്സ് എന്നാണ്. They are the indigenous people inhabiting parts of the northern circumpolar region ranging from Siberia to Canada. ആർട്ടിക് റീജിയനിൽ സൈബീരിയ ടു കാനഡ വരെ എൻസർക്കിൾ ചെയ്യുന്ന സർക്കം പോളാർ റീജിയനിൽ താമസിക്കുന്ന ഇൻഡിജിനസ് പീപ്പിൾ ആണ് എസ്കിമോസ് അല്ലെങ്കിൽ ഇനുറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അവിടെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഹണ്ടിങ്ങും ഫിഷിങ്ങുമാണ്. ആനിമൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ് എസ്കിമോസിൻ്റെത്. പ്രധാനമായിട്ട് അവർ ആനിമൽസിന് ഫുഡിനും ഷെൽട്ടറിനും ക്ലോത്തിങ്ങിനും ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ ഹൗസസിനെ വിളിക്കുന്ന ഇഗ്ലൂസ് എന്നാണ്. സ്റ്റോൺ ഹട്ട്സ് ആണ്. പ്രധാനമായിട്ടും ആനിമൽ സ്കിൻ വെച്ച് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന നിർമ്മിച്ചേക്കുന്ന ഷെൽട്ടേഴ്സ് ആണ്.
വളരെയധികം ടെമ്പറേച്ചർ കൂടിയ ഒരവസ്ഥയാണ് ഇഗ്ലൂസിനകത്ത് കാണപ്പെടുന്നത്. ഇനി അവർ ഡോഗ്സ് ഹണ്ടിങ്ങിനും ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. This is the Eskimo population and this is the igloo. Tundra regionിൽ കണ്ടുവരുന്ന അടുത്ത ട്രൈബൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ലാപ്സ് ആണ്. ലാപ്സിന്റെ മറ്റൊരു പേര് സമീസ് എന്നാണ്. ഇവർ പ്രധാനമായിട്ടും ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നത് നോർവേ മുതൽ കോള പെൻസില വരെയുള്ള റീജിയൻ ആണ്. കോള പെൻസില എന്ന് പറഞ്ഞാൽ റഷ്യയിലെ ഒരു സ്ഥലമാണ്. ഇനി എക്സ്ട്രീം ആയിട്ടുള്ള വളരെ ഹാർഷ് ആയിട്ടുള്ള ക്ലൈമറ്റിലും സമീസിനെ കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് സ്വീഡനിലെ കറൻസുണ്ട എന്ന് പറയുന്ന പ്രവിശ്യയിൽ. ഇവിടുത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് -45°C ആണ്. സമീസിന്റെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് അവർ നൊമാഡിക് ഷെപ്പേർഡ്സ് ആണ്. ഇവിടെ പ്രധാനപ്പെട്ട ഇക്കോണമി എന്ന് പറയുന്നത് റെയിൻ ഡിയർ റിയറിംഗ് ആണ്. ഇനി ഇവരുടെ നൊമാഡിക് ലൈഫിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് റെയിൻ ഡിയേഴ്സ് ആണ്. കാരണം റെയിൻ ഡിയേഴ്സിന്റെ പ്രത്യേകത അത് ലിച്ചൻസിന് വെച്ച് ഭക്ഷിക്കുന്ന ആനിമൽസ് ആണ്. അപ്പോൾ വിന്റർ സീസൺ ആകുമ്പോൾ ലിച്ചൻസിന്റെ അവൈലബിലിറ്റി കുറവായതുകൊണ്ട് തന്നെ പുതിയ പുതിയ പാസ്റ്റർ നിലങ്ങൾ തേടിയിട്ട് ഈ ആനിമൽസിനെയും കൊണ്ട് ഇവർക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരും. അതുകൊണ്ടാണ് അവർ നൊമാഡിക് ഷെപ്പേർഡ്സ് ആയിട്ട് മാറിയത്. The nomadic groups of labs still live in reindeer skin tents that look like those of Native Americans. ഇപ്പോഴും ഈ നൊമാഡിക് ഗ്രൂപ്പ് ഓഫ് ലാബ്സ് ജീവിക്കുന്നത് റെയിൻഡിയർ സ്കിൻ ടെൻസിലാണ്. ട്രഡീഷണൽ സെമി ഡിഷസ് ആർ മെയിൻലി മെയ്ഡ് ഓഫ് റെയിൻഡിയർ മീറ്റ് ആൻഡ് ഫിഷ്. ഇവരുടെ ഒരു ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് റെയിൻഡിയർ മീറ്റും ഫിഷുമാണ് അവരുടെ ഡയറ്റിൽ ഉൾപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത്. Food, hide, beverage, horn and bones used to make tools are obtained from reindeers and they are also used for transport. Reindeersനെ ഉപയോഗിച്ചിട്ടാണ് ഇവർ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്. ഒപ്പം അതിൽ നിന്നുള്ള മീറ്റ് അവർ ഭക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ സ്കിൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഹൈഡ് ലെതർ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബെവറേജ് ഉണ്ടാക്കുന്നുണ്ട്. ഹോൺസും ബോൺസും ഒക്കെ ടൂൾസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. And this is the Samis and this is their traditional tent. These are Samis. Tundra regionിൽ കാണപ്പെടുന്ന മറ്റൊരു ഇൻഡിജിനസ് പോപ്പുലേഷൻ ആണ് കിക്കുവീസ്. കിക്കുവീസ് പ്രധാനമായും ഒക്കുപ്പൈ ചെയ്യുന്നത് പസഫിക് ഓഷനും ആർട്ടിക് സീക്കും ഇടയിലുള്ള ഒരു ട്രയാങ്കുലർ പെൻസിലയിലാണ്. ഈ പെൻസില അലാസ്കയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ബെറിംഗ് സ്ട്രൈറ്റ് ആണ്. ഏതാണ്ട് 30,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നോർത്ത് അമേരിക്കയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണ് ഈ ഒരു പ്രവിശ്യയിൽ താമസിക്കുന്നത്. കിക്കുവീസിന്റെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഹണ്ടിങ്ങും ഫിഷിങ്ങും റെയിൻഡിയർ റിയറിങ്ങുമാണ്. റെയിൻഡിയർ റിയറിംഗ് ഉള്ളത് കൊണ്ട് തന്നെ അവർ പ്രധാനമായിട്ടും നൊമാഡിക് ലൈഫ് ഫോളോ ചെയ്യുന്നവരാണ്. ഇവരെ മെന്ന് പ്രധാനമായും ട്രാവൽ ചെയ്യുന്നത് റെയിൻഡീസിലാണ്. ഈ എൽഡർലി മെൻ പോപ്പുലേഷൻ സ്ലേ ബിൽഡ് ചെയ്യുന്നത്. സ്ലേ എന്ന് പറയുന്നത് സാന്താക്ലോസ് ഒക്കെ വരുന്ന ആ റെയിൻഡിയറിനെ കൊണ്ട് വലിച്ചുകൊണ്ട് വരുന്ന ആ ഒരു വണ്ടി ഉണ്ടല്ലോ, അതാണ് സ്ലേ എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ വിമണും അതുപോലെ എങ്ങും ഹൈറ്റ്സ് അതായത് ലെതർ ടാൻ ആണ് ചെയ്യുന്നത്. ഒപ്പം തന്നെ അവർ ഗാർമെന്റ്സും ഡ്രൈ ഫിഷും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി കിക്കുവീസ് പ്രധാനമായിട്ടും ഹണ്ട് ചെയ്യുന്നത് വെയിൽസിനെയും സീലിനെയും വാൾറസസിനെയും ആണ്. This is Ciukcis. Recent developments of Arctic region. Arctic regionിലെ ഇപ്പോഴത്തെ വികസനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. മുമ്പത്തെ പോലെയൊന്നുമല്ല, കുറച്ചുകൂടെയൊക്കെ സെറ്റിൽമെന്റ്സ് ആർട്ടിക് റീജിയനിൽ വന്നിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവിടുത്തെ മിനറൽസിന്റെ ഡിസ്കവറി കൊണ്ടാണ്. പ്രധാനമായിട്ടും മിനറൽ റിസർവ്സ് ഉള്ള റീജിയൻസ് എന്ന് പറയുന്നത് അലാസ്കയിൽ ഗോൾഡ് മൈൻ ചെയ്യുന്നുണ്ട്. അലാസ്കയിൽ തന്നെ കെനായ് പെൻസിലിൽ നിന്ന് പെട്രോളിയം മൈൻ ചെയ്യുന്നുണ്ട്. കാനഡയിലെ റാങ്കിൻ ഇൻലെറ്റിൽ നിന്നും കോപ്പർ മൈൻ ചെയ്യുന്നുണ്ട്. ഇനി അയൺ ഓറിന്റെ ഒരു റിച്ച് റിസർവ് ആയിട്ട് മുമ്പ് അറിയപ്പെടുന്നത് ഗ്രേറ്റ് ലേക്സ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ ഡിക്ലൈനിങ് ആയതുകൊണ്ട് ലാബ്രഡോർ ബേസിൽ നിന്നും അയൺ ഓർ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അവിടത്തേക്ക് വേണ്ടിയിട്ട് ന്യൂ റെയിൽവേ ലൈൻസും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അയൺ ഓർ റിസർവ്സ് മറ്റു പ്രദേശങ്ങളിൽ കാണപ്പെടുന്നത് സ്വീഡനിലെ കിർണയിലും ഗലിവേറിലുമാണ്. അപ്പം തന്നെ ആർട്ടിക് സീ ബോർഡിൽ പുതിയ ന്യൂ പോർട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടിമ്പറും ഒപ്പം തന്നെ ഫറും ഒക്കെ അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പം പുതുതായിട്ടുള്ള ഐസ് ബ്രേക്കേഴ്സിന്റെ വരവോട് കൂടെ തന്നെ സീ നാവിഗേഷൻ വളരെ ഈസി ആയിട്ടുണ്ട്. അതായത് ഫ്രോസൺ ആയിട്ടുള്ള സീ ആണ് അവിടെ കാണപ്പെടുന്നത്. അതിന്റെ നാവിഗേഷൻ വളരെയധികം ഈസി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ടുൻഡ്ര റീജിയനിലെ ഇക്കണോമിക് ആൻഡ് ഹ്യൂമൻ ലൈഫ്.